ആ അഭിപ്രായം പറഞ്ഞതിന് ശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു അഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടല്ല. അത് ഞാൻ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, ഇവിടുത്തെ ചില നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിലൊന്നും അങ്ങനെ ആ അർത്ഥത്തിലൊരു വലിയ ശശി തരൂരിനെതിരെ നടപടിയെടുക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ മാസം ഒരു വളരെ പ്രധാനപ്പെട്ട സമ്മേളനം നടത്തിയിട്ട് ശശി തരൂർ അടക്കമുള്ള ആളുകളെ ഇരുത്തിയിട്ട് പറഞ്ഞത് നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി ഒറ്റക്കെട്ടായി പോകണം, പാർട്ടി നയത്തിനെതിരായിട്ട് അഭിപ്രായങ്ങൾ പറയരുത് പരസ്യമായി പ്രത്യേകിച്ച് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ ഒരു പാർട്ടി നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. ഒരു അന്താരാഷ്ട്ര വിഷയത്തിനകത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ചൊരു യുദ്ധസമയത്ത് എത്രത്തോളം നമ്മളുടെ ഒരു ഡിപ്ലോമസി, ഒരു മീഡിയേഷൻ സഹായകരമാകും എന്നുള്ള ആശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അതിനോടൊരു വലിയ വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിൽ അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിവാദത്തിന് തുടക്കമിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ശശി തരൂർ മുമ്പുണ്ടാക്കി വെച്ച വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത്. അതിനകത്ത് ഭാഗികമായൊരു ഉത്തരവാദിത്വം ശശി തരൂരിനുണ്ട്. അതാ പ്രശ്നം. ഇപ്പം നമ്മൾ നേരത്തെ മോഡിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ മാസം നടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ശശി തരൂർ എന്ന് പറഞ്ഞല്ലോ, നല്ല ഗംഭീര കൂടിക്കാഴ്ചയായിരുന്നു, മോഡിയുടെ വിജയമായിരുന്നു. എന്താ കാരണം? അതിന് അദ്ദേഹം പറഞ്ഞത് ടഫ് നെഗോഷിയേറ്ററാണ് എന്നൊക്കെ മോഡിയെ ട്രംപ് വിശേഷിപ്പിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ആ അഭിമുഖത്തിൽ ഭാവന ചെയ്യുന്നുണ്ട് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആ കാലഘട്ടത്തിലാണല്ലോ ഇല്ലീഗൽ മൈഗ്രൻസിനെയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്, ചെയിനൊക്കെ ഇട്ടിട്ട്, ചെങ്ങലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഉന്നയിച്ചിട്ടുണ്ടാവും, ആ പ്രശ്നമൊക്കെ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണല്ലോ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നിട്ട് അതേ കാര്യം ആവർത്തിച്ചത്. ഈ പറയുന്ന ചെങ്ങലയ്ക്കൊക്കെ ഇട്ട് തന്നെയാണ് ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വരുന്നു.